പക്ഷേ തൽക്കാലം വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതില്ലാത്തവരും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോയിങ് സ്കിന്നും നല്ല സോഫ്റ്റ് സ്കിന്നൊക്കെ ആയിട്ട് നിലനിൽക്കും. ഇനി ഓയിലി സ്കിന്നായിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡ്രൈ സ്കിന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് കൂടുതലും ഒരു 35 ഇയേഴ്സിന് ശേഷം വരുന്നത് കൊണ്ടേ നമുക്ക് ഈ ഡ്രൈ സ്കിൻ ആയിരിക്കും പൊതുവെ. ആ ഗ്ലാൻസിൻ്റെ സെബേഷ്യസ് ഗ്ലാൻസിൻ്റെയും മറ്റ് ഗ്ലാൻസിൻ്റെ ഒക്കെ സെക്രീഷൻസ് കുറഞ്ഞു വരും 35+ ആവുമ്പോൾ. അപ്പോൾ 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവെ ഡ്രൈ സ്കിൻ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പൊടിക്കൈകൾ ശ്രദ്ധിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്ക്രബ്ബർ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേയുള്ള ആ ടാൻ റിമൂവ് ചെയ്യാനും ആ പോഴ്സൊക്കെ, ആ സ്വെറ്റ് ഗ്ലാൻസിൻ്റെയും ആ സ്കിന്നിലുണ്ടാകുന്ന പോഴ്സൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് പീൽ ചെയ്ത് കളയാനായിട്ട് നമ്മളൊരു ഇച്ചിരി സ്കിന്നിന് ദോഷം ഇല്ലാത്ത തരം, സ്കിന്നിൻ്റെ ടോൺ കൂട്ടുന്ന പ്രോപ്പർട്ടീസുള്ള സ്ക്രബ്ബർ ഉപയോഗിക്കണം. ഓക്കെ. പിന്നെ നമുക്കൊരു ടോണർ ആവശ്യമാണ്. അത് ആ സൂതൻ ചെയ്യാനും അതിനെ നറിഷ് ചെയ്യാനും സഹായകമായ ഒരു ടോണർ വേണം. അപ്പോൾ ഒരു സ്ക്രബ്ബർ വേണം, ഒരു ടോണർ വേണം. അപ്പോൾ ഈ സ്ക്രബ്ബർ നമുക്ക് കൂടുതലും